അപ്പോൾ നമ്മളിന്നൊരു ട്രിപ്പ് പോകണം. എന്തായാലും നമ്മളാണെന്നുണ്ടല്ലോ ഒരു ട്രിപ്പിനൊക്കെ പോകാൻ വേണ്ടിയാണ് നമ്മളെ കൂട്ടുകാരിമാരെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആണെങ്കിൽ നമ്മൾ അവിടെ ടൂർ പോകണമെന്ന് വെച്ചാൽ ഒരു ട്രിപ്പെന്ന് വെച്ചാൽ നമ്മുടെ ജുറാസിക് പാർക്കിലോ എവിടെയെങ്കിലും ആവട്ടെ. നമ്മൾ അവന്മാരോടും കൂടെ ചോദിച്ചിട്ട് മതി അവന്മാർ എവിടെ പോകണ്ടെന്ന്. അയ്യോ വണ്ടി ചെളിയിടുന്നു ചെളിങ്ങാൻ കേട്ടോ, കുഴപ്പമില്ല. അയ്യോ വണ്ടി ഇപ്പോൾ ചെളിങ്ങാച്ചേ. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് എത്തിച്ചു വിടാത്ത എന്തായാലും എൻ്റെ വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. നമ്മുടെ ആദ്യം പോകേണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്ഥലം വരെ പോകണം. അങ്ങോട്ട് പോയിട്ട് വേണം ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം എന്തായാലും വണ്ടിക്ക് കൺട്രോളൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പറയാൻ. അയ്യോ വണ്ടി ഇപ്പോൾ ചെഞ്ഞു തന്നെ. നമ്മുടെ കൂട്ടുകാരന്മാരെ ഒന്ന് വിളിക്കണം. അത് കഴിഞ്ഞാലാ പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒന്ന് മാറ്റണം ഭയങ്കര പ്രശ്നമായിട്ട്. വണ്ടിക്ക് പുളിക്ക് പപ്പടമായില്ലേ ഗൈസ്. ഇവിടെ വേണമെങ്കിൽ അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മറ്റേ ബസ്സിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നേ. അപ്പം എന്തായാലും അവൻ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അവനോട് ഞാൻ പറഞ്ഞേന്നു നമ്മൾ ഒരു ട്രിപ്പ് പോകണ്ടെന്ന്. ഇവനിത് അവിടെ പോയതാടേ. ഇവനോട് കുറേ നേരമാണ് ഇവിടെ ഇറങ്ങിക്കാന്ന് പറഞ്ഞതാ. ഇവനിത് അവിടെ പോയതാ. എടാ ഞാനിവിടെ ഉണ്ടോ. എടേ നീ എന്തിനാണ് അവിടെ കയറിയത്? ഞാനെൻ്റെ പൈസ എനിക്ക് കാറ്റത്ത് പറഞ്ഞു ഞാൻ പിടിക്കാൻ വേണ്ടി പോയതാ. എടാ അത് താഴേക്കെത്തി പോരെ, പറയാൻ പറ്റില്ല കേട്ടോ. പെട്ടെന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഇപ്പം നിൻ്റെ അവിടെ തലയടിച്ച് വീഴും. എടാ ഈ കാശ് ഇവിടെ ആടാവേ. അയ്യോ ഞാനെന്തെങ്കിലും ചെയ്യാം, നീ അവിടെ തന്നെ നിൽക്കുക, അനങ്ങല്ല നീ. എടാ നീ പോകുമ്പോൾ അയ്യോ പൈസ ഇട് എൻ്റെ ആളിയാ. അയ്യോ എടാ പിടിച്ചിരുന്നോ ഞാൻ എന്തെങ്കിലും ചെയ്യാം. പെട്ടെന്ന് പിടിക്കണോ, എനിക്ക് പേടിയാണോ. ഒന്ന് പിടി. എടാ ഞാൻ പിടിക്കത്തി വേഗം വെക്കല്ലേടാ, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും. അവിടെ ആൾക്കാർ കുറേ പേരുള്ള. അയ്യോ എടേ അവൻ്റെ മണ്ടയിലേക്ക് കയറിയിരുന്ന് അവനിത് എന്നാ ചെയ്യാൻ സൂക്കണ അറിയത്തില്ല. അവൻ വല്ല ചാവൂടെ. അയ്യോ എടാ പിടിക്കണം, അവളെ അത്തി പിടിക്ക്. അത്ത പിടിച്ച ഭാഗ്യം. അതാ എനിക്ക് താത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് നോക്കാതെ എങ്ങനെയാ ചെയ്യാന്ന്. അയ്യോ ഇവനിത് എന്നെ ചെയ്യാനാ. അയ്യോ കൈ വിട്ടു പോവോ. അയ്യോ എടാ എന്നെ പിടിക്കണ. കുറേ നേരം അവിടെ നിൽക്കാൻ നോക്കിയിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യടാ, ഞാൻ എന്തെങ്കിലും നോക്കാം. അയ്യോ അവസാനം അവനെ അവിടെ നിറക്കണം. എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാവണം. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാൽ ഭയങ്കര പ്രശ്നമുള്ള. എങ്ങനെ നമ്മൾ കയറട്ടെ. എന്തോ സ്റ്റെപ്പ്. എൻ്റെ എടാ കണ്ടിട്ടൊരു വിറക്കി കേട്ടോ. ഇതാ കടലവര് കാണാലോ ഗൈസ്. എൻ്റെ അളിയാ. പതുക്കെ പോ എടാ ഫ്രാഗിലിൻ്റെ, പതുക്കെ പോടോ അല്ലെങ്കിൽ തീ വീഴും. പ്ലീസ് പോടോ. അയ്യോ വീട് ഞാൻ ഇപ്പോൾ വീഴും. അയ്യോ അമ്മേച്ചി. ഭയമയ്യം. അവനാ കാശെടുത്ത് വെച്ചിട്ടുണ്ടാവും. ഒരു കയറ് ഇട്ടിട്ടുണ്ട്. അവനങ്ങനെ കയറി. എടാ താങ്ക് യു കേട്ടോടാ. അതൊന്നും പറയണ്ട. ഇനി മേലെ ഇങ്ങനെ കാണും ചെയ്താണ്ടല്ലോ വിഡി. ഇനി ഞാൻ തിൻ്റെ താത്തും. അയ്യോ എന്നെ ഇപ്പോൾ താത്തല്ലേ. ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ട്. നീ എന്നെ പുതിയ വണ്ടി എടുത്തോ. അതെൻ്റെ. അയ്യോ നമ്മൾ മേടിച്ചപ്പോൾ തന്നെ ഒന്ന് പൊളിഞ്ഞ് പോയേക്കും അങ്ങോട്ടേക്ക്. ഇവൻ ഇതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. ആ വണ്ടിയാണെങ്കിൽ എനിക്ക് ഭയങ്കര സീനായിരുന്നു, മറ്റേത് എൻ്റെ ഫോർച്യൂണർ. അപ്പോൾ മാറ്റിയതായിരുന്നു. അങ്ങനത്തേരം തന്നെ പിടിക്കാം. നമ്മൾ ട്രിപ്പ് പോകണ്ടേ. ട്രിപ്പ് പോകണം. നമുക്കൊരു പാട്ടൊക്കെ വെച്ച് പോകാം. പാട്ടൊക്കെ വെച്ച് പോകാം. നമ്മളെന്തായാലും നമ്മുടെ അടുത്ത കൂട്ടുകാരനെയൊക്കെ വിളിക്കണം. അതിനുവേണ്ടി കുറേ ദൂരമുണ്ട്. അവനൊരു പോലീസുകാരനാണോ എന്നോ സംശയം. അവനാണെങ്കിൽ ഏതൊരു ജോലിയൊക്കെയാണ്. അവന് ജോലിയൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ലീവ് എടുത്തു. അവനൊരു പ്ലെയിനറാട്ടോ. എന്തായാലും പ്ലെയിനൊക്കെ ഇതിൻ്റെ സെക്യൂരിറ്റി അതൊക്കെ ഉള്ള പോലെ ഇതാട്ടോ ഇതാണ് അവൻ്റെ പ്ലെയിന്. അപ്പാണെങ്കിൽ അവനെ ഇവിടെ ഉണ്ട്. അങ്ങനെ അവനെയും വിളിച്ച് ഇനി നമ്മുടെ ഒരാളും കൂടെ ബാക്കിയുണ്ട്. അയാളും കൂടെ വിളിച്ചാൽ ഇനി ഒരാളും കൂടെ ഉണ്ട്. അത് പെണ്ണാണ്, നമ്മുടെ ഗേൾ ഫ്രണ്ട്. അതെന്തായാലും അവളും കൂടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ കൂട്ടുകാരൻ്റെ വില്ലേജിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവനായിട്ടുള്ളതാണ്. അപ്പം എന്തായാലും അവനും കൂടെ പറഞ്ഞ് ഞാനെന്തായാലും സമീപിച്ചു. അവനാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എത്തിയിട്ട് കാണട്ടെ. എന്തായാലും എൻ്റെ അളിയാ ഇയാൾ മാറി ഇന്നുകൂടി
അങ്ങനെ നമ്മൾ എല്ലാവരെയും കയറ്റിയിട്ടുണ്ട് എല്ലാവരും. ഇനി ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പ് ഫയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. അപ്പം എന്തായാലും ഇതിൻ്റെ പാർട്ട് 2 ഉണ്ടാവണമായിരിക്കും. അപ്പം എന്തായാലും പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം അൾട്ടിമാക്സ്. ടാറ്റാ, ബൈ ബൈ, സി യു.